തിരുവോണ ദിനത്തിൽ നമ്മൾ മലയാളികളെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു വേർപാടായിരുന്നു മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള PH കുര്യൻ്റെ. PH കുര്യനെ നമുക്കറിയാം, വളരെ നട്ടലുള്ള ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. പിണറായിയെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ വളരെ ശിരസ് ഉയർത്തി നിന്ന് കാര്യങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഈ ഓഖി കാലത്ത്, ഓഖി ചുഴലിക്കൊടുങ്കാറ്റ് വീശിയടിക്കുന്ന കാലത്താണ് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ച് തൃശ്ശൂരിലേക്ക്. അതായത് തൃശ്ശൂർ CPM-ന്റെ ജില്ലാ സമ്മേളനം നടക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് കുറച്ച് ഓഖിയായി ബന്ധപ്പെട്ട മീറ്റിങ്ങിൽ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ഇവിടെ ദുരന്തം നടക്കുമെന്ന് തന്നെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തൃശ്ശൂർ പോകുന്നു. അതിനുവേണ്ടിയാണ് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ VD സതീശൻ ഇവിടെ കിടക്കുന്നത്, അതായത് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടാണ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് പോകുന്നത്. അത് സത്യം പറഞ്ഞാൽ അതിൽ നമ്മൾ അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രി പോകുമ്പം കാറിൻ്റെ ചിലവും അല്ലെങ്കിൽ പെട്രോളിൻ്റെ ചിലവും ട്രെയിനിൻ്റെ ചിലവും എല്ലാം ആവും, അത്രയൊക്കെ ആവുള്ളൂ. കാര്യം നമ്മളൊരു ഹെലികോപ്റ്റർ വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. ഈ വാങ്ങിച്ചിട്ടിരിക്കുന്ന ഹെലികോപ്റ്റർ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പലപ്പോഴും ഉപയോഗിച്ചിരുന്നില്ല, വളരെ കുറച്ച് മാത്രമേ എത്രത്തോളം ഉപയോഗിക്കുക അതാണ് ലാഭം. അങ്ങനെ പോകുന്ന VD സതീശനെ CPM കടന്നാക്രമിക്കുന്നു. പക്ഷേ ഓഖി ദുരന്ത സമയത്ത് സംഭവിച്ച മറ്റൊന്നായിരുന്നു, വാടകയ്ക്ക് എടുക്കുകയായിരുന്നു. ഇവിടെ കിടക്കുന്ന നമ്മൾ സ്ഥിരമായി ഇട്ടിരിക്കുന്ന ഒരു ഹെലികോപ്റ്റർ അല്ല, പകരം വാടകയ്ക്ക് എടുക്കുന്നു. പിണറായി വിജയൻ ചെലവിൽ വാടകയ്ക്ക് എടുക്കുന്നു. വാടകയ്ക്ക് എടുത്തിട്ട് അത് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതിനുശേഷം ഓഖി അല്ലെങ്കിൽ നമ്മുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് അതിന് ഫണ്ട് കൊടുക്കുന്നത്. 8 ലക്ഷം രൂപ ഫണ്ട്. അന്ന് വലിയ ചർച്ചയായിരുന്ന സമയത്ത് അന്ന് ദുരിതാശ്വാസ നിധിയുടെ ചുമതല ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തലയിൽ, കാര്യം അദ്ദേഹമാണ് റവന്യൂ സെക്രട്ടറിയാണ്, അദ്ദേഹമാണ് ഉത്തരവിറക്കിയത്. അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഇത് കൊണ്ട് വയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് വിളിക്കുകയും ഇത് ചീഫ് സെക്രട്ടറി KM എബ്രഹാം എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇത്തരം ഉത്തരവിറക്കിയെന്നും പോലീസ് ചീഫ്, അന്നത്തെ പോലീസ് മേധാവിയായ ലോക്നാഥ് ബെഹ്റ ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്ററിന് വാടക കൊടുക്കണം എന്ന തരത്തിൽ, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ അനിവാര്യമാണെന്ന തരത്തിൽ കത്ത് തന്നിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ നേരിട്ട് വിളിക്കുകയും തൻ്റെ ഭാഗം ന്യായീകരിക്കുകയും എന്നെ മേലെ കുറ്റപ്പെടുത്തരുത് എന്ന് പറയുകയും ചെയ്തു. ഒരുപക്ഷെ പിണറായി വിജയനെ ഫോണിൽ വിളിച്ച് പിണറായി വിജയൻ്റെ PA-യോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ച് ഇതൊക്കെ പറയുമെന്നുള്ളതല്ല, നേരിട്ട് അത് അന്നത്തെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് മാധ്യമങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തോടെ വാർത്തയാക്കിയതാണ്. ആരും എതിർത്തുമില്ല. അപ്പം ഞാൻ പറയുന്ന ഒരു ഹെലികോപ്റ്റർ ഇപ്പം വിവാദം കഴിഞ്ഞതേ ഉള്ളൂ. ഈ സമയത്ത് അദ്ദേഹത്തിനെ ക്രൂശിക്കാൻ ശ്രമിച്ചു അതിൽ, പക്ഷേ അദ്ദേഹം വിട്ടുകൊടുത്തില്ല. അദ്ദേഹം കൃത്യമാണ്. അതുമാത്രമല്ല, അന്ന് CPI-യുടെ ആണ് റവന്യൂ വകുപ്പ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയം. അതെ, അപ്പൊ അത് കാനത്തിനെ നേരിട്ട് പോയി കാണുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. പക്ഷേ അത് പിന്നീട് അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹം വിളിക്കാൻ പോയി എന്ന തരത്തിലൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിലും കാനം അതിൽ അന്ന് കുറച്ച് നിലപാടെടുത്തിരുന്നു. ആ സമയത്ത് ഈ റവന്യൂ വകുപ്പിന് പേരുദോഷം ഉണ്ടായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അന്നത്തെ റവന്യൂ മന്ത്രി ചന്ദ്രശേഖരനായിരുന്നു. അദ്ദേഹവും വളരെ കടുത്ത നിലപാട്. ചന്ദ്രശേഖരൻ മിതഭാഷിയാണ്, കാസർഗോഡുകാരനാണ്. അദ്ദേഹം ഒരു പിണറായിസത്തിന് അങ്ങനെ വഴങ്ങി കൊടുക്കുന്ന ഒരു മന്ത്രി ആയിരുന്നില്ല. അദ്ദേഹം ഉറച്ച നിലപാടെടുക്കുകയും ഈ സാഹചര്യത്തിൽ CPI-യുടെ സെക്രട്ടറിയെ പതിവുകളെല്ലാം വിട്ട് പോയി കാണുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. കാര്യം കാനം രാജേന്ദ്രൻ റവന്യൂ സെക്രട്ടറിക്കെതിരാണ് നിലപാടെടുത്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ്, അല്ലാതെ വേറൊന്നും വിശദീകരിക്കാനല്ല. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ കാനം നിലപാടെടുത്തു. അദ്ദേഹം പോയി കണ്ടു പറഞ്ഞു. അതോടൊപ്പം തന്നെ കേരളത്തിൽ വിവരസാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് അദ്ദേഹം IT സെക്രട്ടറി ആയിരുന്ന സമയത്താണ് അതിൻ്റെ എല്ലാ വശങ്ങളും, അതിൻ്റെ ഒരു നല്ല വശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന തരത്തിൽ വിവരസാങ്കേതിക വിദ്യ മാറുന്നു. ഓഫീസുകൾ അല്ലെങ്കിൽ ജനങ്ങൾ ഇന്ന് കൂടുതലായിട്ട് പല ഇടപാടുകൾക്ക് ഓഫീസിൽ പോകും, അതിനെല്ലാം മുൻകൈ എടുത്തത് അദ്ദേഹമാണ്. അല്ല, വളരെ മികച്ച ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. കാരണം അതുപോലെ അതേപോലെ വേറൊരു കാര്യമുണ്ട്, സ്റ്റാർട്ടപ്പുകളാണ് ഇനി ഭാവി എന്ന് ലോകം തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ തിരിച്ചറിയുകയും സ്റ്റാർട്ടപ്പുകൾ കേരളത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഒരു വ്യവസായ നയം രൂപപ്പെടുത്തിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതേപോലെ തന്നെ ടൂറിസം സെക്രട്ടറി ആയിരിക്കുമ്പോൾ കേരളത്തിലെ വിനോദസഞ്ചാര മേഖല അദ്ദേഹം ഉടച്ചു വാർക്കുകയും ചെയ്തു. അങ്ങനെ കേരളത്തിൻ്റെ ഈ കഴിഞ്ഞ ഒരു 15 കൊല്ലത്തെ മാറ്റം അതിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്ന റെറ എന്ന് പറയുന്ന ആ സ്ഥാപനം അതിന് എന്തൊക്കെ പോസിബിളായിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് കാണിച്ചു കൊടുത്ത ഒരാളാണ്. അതായത് ഒരുപാട് ആൾക്കാർ ഈ ഫ്ലാറ്റ് വാങ്ങുന്നതിൽ, വില്ലകൾ വാങ്ങുന്ന തട്ടിപ്പിനകത്ത് പോയി തലവെച്ച് കൊടുക്കാൻ, അതെല്ലാം പണമെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ തക്കതായിട്ട് ആ റെഗുലേഷൻസിൽ മാറ്റം വരുത്തി അത് ഫലപ്രദമായി വിനിയോഗിക്കുകയും ചെയ്ത ഒരാളാണ്. മാത്രമല്ല, ഈ റെഗുലേറ്ററി കമ്മീഷന്റെ ചെയർമാനായിരിക്കാൻ ഉണ്ടാക്കിയ വിധികൾ എല്ലാം
എല്ലാ വിധികളും ഈ വലിയ കുത്തക കമ്പനികൾക്ക് എതിരായിരുന്നു. അങ്ങനെ ഈ റെറയിലേക്ക് കൂടുതൽ പരാതികൾ എത്തി. അങ്ങനെ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് രംഗം വളരെ സുതാര്യമായി, കുറേയധികം ഒരു 90% സുതാര്യമായി മാറി. ഇന്ന് പറ്റിക്കപ്പെടുന്നവർ, റിയൽ എസ്റ്റേറ്റിൽ പറ്റിക്കപ്പെടുന്നവർ വളരെ കുറവാണ്. ഇപ്പം സാമ്പത്തിക തട്ടിപ്പ്, മറ്റേ ഓൺലൈൻ ചീറ്റിംഗ് ഒക്കെയാണ്. ഇപ്പം പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഈ ഫ്ലാറ്റ് തട്ടിപ്പായിരുന്നു കേരളത്തിലെ. അതിനകത്തെല്ലാം നല്ലപോലെ പിടി വീണു എന്നുള്ളതാണ്. അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സിറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. എല്ലാ ജില്ലയിലും സിറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തട്ടിപ്പിന് അടിസ്ഥാന സൗകര്യമില്ലാത്ത ഫ്ലാറ്റുകൾക്കെതിരെ അദ്ദേഹം കർശന നടപടികളെടുത്തു. പലർക്കും അദ്ദേഹം അടിസ്ഥാന സൗകര്യം ഇല്ലാത്തതിന്റെ പേരിൽ തന്നെ ഫുൾ പൈസയൊക്കെ കൊടുക്കേണ്ടി വന്നു. ഒപ്പം തന്നെ ഫ്ലാറ്റിൽ താമസിക്കാനുള്ള അവസരം, അങ്ങനെ വലിയ ഇടപെടൽ നടത്തി. പക്ഷേ PH കുര്യൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇന്ത്യ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന അങ്ങനെയല്ല. അദ്ദേഹം ക്യാൻസർ മരുന്നുകളുടെ വില നിർണ്ണയവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ജനറിക് മരുന്നുകളുടെ സാധ്യതകൾ ഇന്ത്യയിൽ ചർച്ചയാക്കിയ ഒരു വിധിയുടെ ഉടമയും കൂടെയാണ്. കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം 2012 പേറ്റന്റ് കേന്ദ്ര സംവിധാനത്തിന്റെ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഈ ക്യാൻസർ മരുന്നുമായി ബന്ധപ്പെട്ടൊരു വലിയ വിവാദം ഉണ്ടാകുന്നത്. അന്ന് നമ്മൾ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ജർമ്മൻ കമ്പനിയുടെ മരുന്നാണ്. അതായത് ജീവൻ രക്ഷിക്കാൻ, ക്യാൻസർ വന്നിട്ട് ജീവൻ നിലനിർത്താൻ വേണ്ടി, അന്ന് ക്യാൻസറിന് ഇത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ലാത്ത കാലത്ത് ഈ മരുന്ന് കഴിച്ചാൽ മാത്രമേ നമുക്ക് ജീവൻ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. പക്ഷേ ഒരു മാസം 2,80,000 രൂപ അന്ന്. ഞാൻ പറഞ്ഞ ഇന്നത്തെ 2,80,000 അല്ല, അന്നത്തെ. അപ്പൊ ഇന്നത്തെ ഒരു 25 ലക്ഷം രൂപയ്ക്ക് തുല്യമാണ് അന്നത്തെ 2,80,000. വില കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ട് അവർ ചെയ്തില്ല. അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള, ഇന്ത്യയിലെ ഹൈദരാബാദ് കമ്പനിക്ക്, ഇന്ത്യൻ കമ്പനിക്ക് തന്നെ അതിന്റെ ജനറിക് വെർഷൻ പറഞ്ഞു. പക്ഷെ സുപ്രീം കോടതി വരെയൊക്കെ അതെ, അവര് വലിയൊരു ഭയങ്കര ആഗോള ഭീമനായിരുന്നു ഈ മരുന്ന് കമ്പനി. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ നിയമ പോരാട്ടം സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ വിധിയെ ശരിവെച്ചു. അങ്ങനെയാണ് അവരുടെ 8,000 രൂപയിലേക്ക് ചുരുങ്ങി. 8,000 രൂപ, അതായത് 2,80,000 രൂപ ഉണ്ടായിരുന്ന 120 ടാബ്ലറ്റ്സ്, അതിന്റെ ജനറിക് ഉൽപാദനം ഇന്ത്യയിൽ തുടങ്ങി. യഥാർത്ഥത്തിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു, അതായത് മരുന്നുകളുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ വലിയ അതിന്റെ ഒരു തുടക്കം അവിടെയായിരുന്നു. അല്ലെങ്കിൽ ഈ പേറ്റന്റ് എന്ന് പറയുന്ന ഉപയോഗിച്ച് ഓരോ പേറ്റന്റ് എടുക്കുമല്ലോ ഓരോ മരുന്നിന്റെ, അല്ലെങ്കിൽ ഓരോ ജനറിക് സംവിധാനത്തിന്റെ പേറ്റന്റ് വെച്ചിട്ട് നടത്തുന്ന കൊള്ളയ്ക്ക്, അത് ഈ പേറ്റന്റ് ഉള്ളത് പിന്നീട് നിർമ്മിക്കാൻ പാടില്ല, പേറ്റന്റ് ലംഘനമാകും. അത് അങ്ങനെയല്ല. ജനങ്ങൾക്ക് അപ്രായോഗികമായ രീതിയിൽ പേറ്റന്റ് ഉള്ളവർ പ്രവർത്തിച്ചാൽ അതേ സാധനം മറ്റുള്ളവർക്ക് നിർമ്മിക്കാം എന്നാണ് അദ്ദേഹം ആ വിധിയിൽ ഊന്നി പറഞ്ഞത്. അങ്ങനെയാണ് ഇന്ത്യയിൽ ഇതിന്റെ ഒരു നിയമം ഇന്ത്യയിൽ നിലവിലുണ്ട് എന്ന് കാണിച്ചു തന്ന ഒരാളാണ്. ഇന്ത്യയിൽ മാത്രമല്ല, അത് ലോകത്തിൽ തന്നെ അതിന് വലിയൊരു മാറ്റം വരുത്തി. ഇന്ത്യയിലെ ഈ വിധി ലോകത്തെ മരുന്ന് വ്യാപാരത്തെ തന്നെ വലിയ സ്വാധീനം ചെലുത്തി. ഒരുപക്ഷെ നമുക്ക് ഒന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ എന്തുമാത്രം സമ്മർദ്ദം, എന്തുമാത്രം പണത്തിന്റെ സ്വാധീനമല്ല ഈ ഘട്ടത്തിൽ PH കുര്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മേൽ ഉണ്ടായിട്ടുണ്ടാകാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചിന്തിക്കാം. അതേപോലെ ഈ ജനറിക് മരുന്നുകൾ മതി, അല്ല ജനറിക് മരുന്നുകൾ കൊണ്ട് തന്നെ രോഗം ചികിത്സിക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു IAS കാരൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ആ ഉത്തരവാദിത്വത്തിൽ ഇരിക്കുമ്പോഴാണ് ഇന്ത്യയിലെ ആരോഗ്യരംഗത്ത് സമൂല മാറ്റം ഉണ്ടാവുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം ഇതേ ക്യാൻസർ ബാധിച്ചിട്ടാണ്. വലിയ ഒരുപാട് ഇന്ന് വലിയൊരു പ്രായമൊന്നും അല്ല അദ്ദേഹം മരിക്കുന്നത്. വെറും 67 വയസ്സേ ഉള്ളൂ. ഈ 67 വയസ്സൊന്നും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ കാലത്ത് വലിയൊരു പ്രായമേ അല്ല. അദ്ദേഹത്തെ ക്യാൻസർ ബാധിച്ച് അദ്ദേഹം രോഗബാധയിൽ വളരെയധികം ബുദ്ധിമുട്ടിയാണ് മരിക്കുന്നതെന്നാണ്. പിന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആകുമ്പോൾ പോലും ആര് വിളിച്ചാലും ഫോൺ എടുക്കുന്ന സ്വഭാവക്കാരൻ, എല്ലാവരോടും പ്രതികരിക്കുന്ന സ്വഭാവക്കാരൻ. സാക്ഷാൽ പിണറായി വിജയന്റെ മുന്നിൽ നേർക്ക് നേരെ എന്ന് സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ, ഫോണിൽ വിളിച്ച് തന്റെ ഭാഗം ന്യായീകരിക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് PH കുര്യന്റെ. മാത്രമല്ല KM എബ്രഹാമിനെ പോലെ ഒരു കള്ളനാണയം എല്ലാ മേഖലയും എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാ കുഴപ്പങ്ങളും ഒപ്പിച്ചിട്ട് പോയിട്ടുള്ള ഒരാളാണ്. ഇപ്പം നമുക്കറിയാം ഏറ്റവും അവസാനമായിട്ട് കിഫ്ബി വരെ ഒറ്റയടിക്ക് ഇറങ്ങി ഓടുകയായിരുന്നു ചെയ്തത് അല്ലെ. ചീഫ് സെക്രട്ടറി ആണ് ഇതില് ഉത്തരവാദി, എന്നെ കുറ്റം പറയരുത് എന്നാണ്. ചീഫ് സെക്രട്ടറി പറഞ്ഞാൽ അനുസരിക്കാൻ മാത്രമേ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ആവുള്ളൂ, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ യാത്രയെ ഓഖിയുമായി കണക്ട് ചെയ്തൊരു കത്ത് തന്നാൽ അത് പാസ്സാക്കി കൊടുക്കാനേ പറ്റത്തുള്ളൂ. അതിന്റെ പേരിൽ എന്നെ കുറ്റം പറയരുത്. കുറ്റം പറഞ്ഞാൽ ഒരുപക്ഷെ അന്ന് പിന്നീട് ആ വിവാദം തണുത്തുപോയി, അല്ലെങ്കിൽ അദ്ദേഹം പരസ്യമായി തന്നെ ഇതെല്ലാം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞേനെ അത് വലിയ വിവാദമായേനെ. പക്ഷേ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും സരസമായാണ് പ്രതികരിക്കുന്നത്. ഒരിക്കലും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തത്തില്ല.
അങ്ങനെ ഒരു വല്ല ദീർഘവീക്ഷണമുള്ള ഒരാളായിരുന്നു. എന്താണെങ്കിലും ഈ തിരുവോണം നമുക്ക് നൽകിയ ഒരു ഏറ്റവും വലിയൊരു വേർപാടുകളിൽ ഒന്നായിട്ട് മാറുകയാണ് PH കുര്യൻ. അതെ, അദ്ദേഹം ക്യാൻസർ വന്ന് തന്നെ മരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇന്ത്യയിലെ മുഴുവൻ ക്യാൻസർ രോഗികൾക്കും സഹായം ചെയ്യുന്ന ഒരു തീരുമാനമെടുത്ത ആളാണ്. അതായത് നമ്മളത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ ഹൃദയാരോഗ്യ വിദഗ്ധൻ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരും, മിക്ക ഹൃദയാരോഗ്യ വിദഗ്ധരും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അത് വിധിയുടെ ഒരു നിയോഗം എന്ന് തന്നെ. പാമ്പാടിയാണ് അദ്ദേഹത്തിന്റെ വീട്. കർഷകനായിരുന്നു അദ്ദേഹം. സംസ്കാര ശനിയാഴ്ച കോട്ടയം പാമ്പാടിക്കാരനാണ്. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കും.